உன்னை காணாத கண்ணும் கண்ணல்ல, உன்னை எண்ணாத நெஞ்சும் நெஞ்சல்ல, நீ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நானும் நானல்ல. உன்னை காணாத கண்ணும் கண்ணல்ல, உன்னை எண்ணாத நெஞ்சும் நெஞ்சல்ல, நீ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நானும் நானல்ல. இங்கு நீ ஒரு பாதி, நான் ஒரு பாதி, இதில் யார் பிரிந்தாலும் வேதனை பாதி. இங்கு நீ ஒரு பாதி, நான் ஒரு பாதி, இதில் யார் பிரிந்தாலும் வேதனை பாதி. காலங்கள் மாறும், காட்சிகள் மாறும், காதலின் முன்னை நீயும் நானும் வேறல்ல. உன்னை காணாத கண்ணும் கண்ணல்ல, உன்னை எண்ணாத நெஞ்சும் நெஞ்சல்ல, நீ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நானும் நானல்ல. ഇതയകമലം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ MS വിശ്വനാഥൻ സാറിൻ്റെ സംഗീതത്തിൽ സുശീലാമ്മ പാടി അനശ്വരമാക്കിയ ഈ നല്ലൊരു ഗാനത്തിലൂടെ ഡ്യുവറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഡ്യുവറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഗായികയാണ്. ഒരുപാട് വർഷങ്ങളായി നമുക്ക് വേണ്ടി നല്ല നല്ല ഭക്തിഗാനങ്ങളും സിനിമാ പാട്ടുകളും നാടക ഗാനങ്ങളും ഒക്കെ പാടി തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക ദലീമ ചേച്ചി. ചേച്ചി, ഒരുപാട് സന്തോഷമുണ്ട് ദലീമ ചേച്ചി ഇന്ന് ഡ്യുവറ്റിൻ്റെ വേദിയിൽ ഗസ്റ്റായിട്ട് കിട്ടിയല്ലോ. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഡ്യുവറ്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു ഭയങ്കര പ്രിവിലേജാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആദ്യം അത് പറയട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമായിരിക്കും എങ്ങനെയാണ് ചേച്ചി ഈ സംഗീതത്തിൻ്റെ വഴിയിലേക്ക് എത്തിയത് എന്നുള്ളത്. കുഞ്ഞിലേ പാടുമായിരുന്നു. സംഗീത വഴി നമ്മൾ കുഞ്ഞിൽ ജനിച്ചപ്പോൾ തന്നെ നമ്മളുടെ ബ്ലഡിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് പാടുന്നവരായിരുന്നു. രണ്ടുപേരും പാടും. അപ്പം അതിൻ്റെതായ ഞങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാവും കുറേശ്ശെ എല്ലാവരും. അപ്പം അതിൽ ഞങ്ങൾ ഒത്തിരി മക്കളുണ്ട്, 10-11 മക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പം അതിലേറെ പിന്നെ ഏറ്റവും ഇളയ കുട്ടിയാണ് ആയിരുന്നു ഞാൻ. അപ്പം 6 പേര് നല്ല ഗായകരായിരുന്നു. അതിൽ ഏറ്റവും മോശം പാട്ടുകാരത്തിയായിരുന്നു ഞാൻ. പക്ഷെ പാടാനുള്ള നമുക്ക് എനിക്കാണ് ഇങ്ങനെ മറ്റുള്ള ഇപ്പം പബ്ലിക്കിൻ്റെ മുന്നിൽ പാടുവാനുള്ള ഒരു അവസരം ഉണ്ടായതും അതൊക്കെ എനിക്ക് മാത്രമാണ്. ബാക്കി ആർക്കും തന്നെ അവരൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു, പക്ഷെ അവർക്ക് കിട്ടിയില്ല. ചേച്ചി ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ്? ഞാൻ പിന്നെ എന്നെ കുഞ്ഞിലെ തന്നെ ചർച്ചിൽ പാടുമായിരുന്നു. അതായിരുന്നു എപ്പോഴും എൻ്റെ ഓർമ്മയിൽ. ഞാൻ തീരെ പൊടിയായിരുന്നപ്പോൾ തന്നെ ചർച്ചിൽ പാടും. ചേച്ചി പ്ലേ ബാക്കിൽ കയറിയത് ഡിവോഷണൽ സോങ്സിലൂടെയാണ്. അപ്പോൾ ഓഫ് കോഴ്സ്
ഇവിടെ നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് ചേച്ചിയുടെ ചേച്ചി പാടിയ നല്ലൊരു ഡിവോഷണൽ സോങ് വെച്ച് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. കാവൽ വിളക്കായി കണ്ണീർ വഴിയിൽ കൃപ തൂകും ഈശോയേ, കാതിൽ വചനം കോരിച്ചൊരിയും കമനീയ നാദം നീ. പരമ്പൊരുളേ പിരിയരുതേ ഒരു നാളും നീ എന്നെ, അതുമാത്രമെൻ മോഹം. ഒരു നാളും നീ എന്നെ, അതുമാത്രമെൻ മോഹം. കാവൽ വിളക്കായി കണ്ണീർ വഴിയിൽ കൃപ തൂകും ഈശോയേ. നോവിൻ വഴിയിൽ നോമ്പുമെടുത്ത് നിറവോടെ പാടാം ഞാൻ. ശാരമലരിൻ ശോഭയണിഞ്ഞ് മണവാട്ടിയാകാം ഞാൻ. ഈശോ വരണേ കാവലരുളാൻ, പുതുജീവിതം നൽകാൻ. ഈശോ വരണേ കാവലരുളാൻ, പുതുജീവിതം നൽകാൻ. കാവൽ വിളക്കായി കണ്ണീർ വഴിയിൽ കൃപ തൂകും ഈശോയേ, കാതിൽ വചനം കോരിച്ചൊരിയും കമനീയ നാദം നീ. അതിമനോഹരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ.